ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിന്റെ 2025 ആൻസർ കീ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം പേപ്പർ ആണ്. അപ്പൊ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് എന്ന പോലെ തന്നെയാണ്, നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാണ്. നാല് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ 3 നമുക്ക് ഉത്തരം എഴുതാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് യൂണിറ്റ്സ്. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് കണ്ടുപിടിക്കാം. എം ആണ് ഇതിൽ ഓഡ് വൺ. ബിക്കോസ് ബാക്കിയുള്ളതൊക്കെ കിലോഗ്രാം, അതൊക്കെ എന്താണ് നമ്മുടെ വെയിറ്റിന്റെ മാസിന്റെ ആണ്. ബാക്കിയുള്ളത് മറ്റേത് ലെങ്ത്തിന്റെ ആണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉത്തരം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ നാലാമത്തെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉത്തരങ്ങൾ ഞാൻ ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഞാൻ ഓൾറെഡി ആദ്യം ഷോർട്സ് ആയിട്ട് ചെയ്തതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ അത് ഇതിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. അഞ്ചാമത്തെ ഫിഗർ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ 3 ഫിഗേഴ്സ് നിങ്ങൾ നല്ലതുപോലെ ഒബ്സർവ് ചെയ്തതിന് ശേഷം വാട്ടർ ഫ്ലോ ഡൗൺ ഫ്രം PQR എന്ന് പറയുന്ന ഹോൾസിലൂടെ വാട്ടേഴ്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാവുന്ന പോലെ തന്നെ. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? മൂന്നാമത്തെ, തേർഡ് വൺ ഈസ് ആണ് കറക്റ്റ്. ബിക്കോസ് ഓഫ് എന്താണ്? ദ റീസൺ ഈസ് ദാറ്റ് ദ ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസ് വിത്ത് ഡെപ്ത് കൂടുന്തോറും ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടും. ഓക്കെ, നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദിസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആണോ ശ്രദ്ധിക്കുക. ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ട്യൂണിംഗ് ക്ലോക്ക് ക്യാൻ ബി ഹിയർഡ് ബൈ us, but we cannot hear the sounds produced by the oscillation of the simple pendulum. Describe the reason. അപ്പൊ റീസൺ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ റീസൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഡയഗ്രാം ഒന്ന് ഇതുപോലെ നല്ലതുപോലെ നിരീക്ഷിച്ചിട്ട് ഇത് എന്താണ്, ഏത് ഡിവൈസ് ആണെന്ന് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രോസ്കോപ്പ് ആണ്. ബി ക്വസ്റ്റിന്റെ ആൻസർ ടു ഐഡന്റിഫൈ ദ ചാർജ് പ്രസന്റ് ഇൻ ദ ഒബ്ജക്റ്റ്. ഇലക്ട്രോസ്കോപ്പിന്റെ യൂസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ വാട്ട് ഡു യു മീൻ ബൈ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ്. അപ്പോ വേണമെങ്കിൽ നമുക്ക് അത് ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ എഴുതാനും മാർക്ക് കിട്ടുന്നതായിരിക്കും. ഒരു മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഒബ്ജക്ട് ഓഫ് ദ ഹൈറ്റ് 6 cm. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ PDF പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനത്തിന് പോവുകയാണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെർച്വൽ ഇറക്ട് ആൻഡ് എൻലാർജ്ഡ് ഇമേജ്. ഓക്കെ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ സ്പീഡായിട്ട് ഞാൻ പോകുന്നത്. നമുക്ക് ബയോളജി, കെമിസ്ട്രി ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ ഫിസിക്സ് ആണിത്. ഓക്കെ, അപ്പോ ലൈറ്റ്നിങ് ഇസ്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലൈറ്റ്നിങ് കൊണ്ടുള്ള ഹാം എന്ന് പറയുമ്പോൾ അതിന്റെ കുഴപ്പങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കുഴപ്പങ്ങൾ എന്തെല്ലാമാണ്? എന്താണ്? ലൈറ്റ്നിങ് കണ്ടക്ടർ വിത്തൗട്ട് പ്രോപ്പർ എർത്തിങ് ഡസ് നോട്ട് മോർ ഹാം ദൻ ഗുഡ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അല്ലെ, നമ്മളിപ്പോ ഒരു എർത്തിങ് ചെയ്യാത്ത ഒരു കണ്ടക്ടറിന്റെ അടുത്ത് പോയി നിൽക്കുന്നത് എന്താണ്? പ്രശ്നമാണ്. അത് കണ്ടക്ടർ എർത്തിങ് ചെയ്തിട്ടുള്ള കണ്ടക്ടറിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത് പ്രശ്നമാണ്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഇറ്റ് വിൽ അഫക്ട് അവർ ഹെൽത്ത് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ എനി 2 peculiarities to be taken to avoid lightning attack. lightning attack ഉണ്ടാക്കാനായിട്ട് കുറേ മെത്തേഡ്സ്, കുറേ പ്രിപ്പറേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ എന്താണത്? നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്നതും കൂടിയാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. 2 പോയിന്റ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതി. ഓക്കെ, ഇനി 2 പോയിന്റ്സ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫൈ ചെയ്യേണ്ടത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നിങ്ങൾ ബോക്സ് വരച്ചിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് വിച്ച് ഇസ് പ്ലസന്റ് ഓഫ് ഹിയറിംഗ്. അപ്പൊ എന്താണ് സൗണ്ട്? സംടൈംസ് മ്യൂസിക് മേ ഓൾസോ ബി ദ റീസൺ ഓഫ് സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷൻ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് കേൾക്കാനായിട്ട്. പക്ഷെ മ്യൂസിക് പോലും എന്താണ് സൗണ്ട് പൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും? അല്ലെ, പബ്ലിക് പ്ലേസസിലായിട്ടുള്ള ഹോസ്പിറ്റൽസ്, അവിടെയൊക്കെയാണ് ഇത് നോയ്സ് ആകുന്നത്. അല്ലെ, പ്രൊഡ്യൂസ് ഓഫ് സൗണ്ട് ഇസ് ദ മാനർ ഓഫ് യൂണിറ്റ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ.
ഓഫ് അൺഹെൽത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ എന്നോട് പല കുട്ടികളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റി ഇല്ലാന്ന്. അത് നിങ്ങളുടെ ഫോണിന്റെ മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, ആ ഡോട്ട്സ് അമർത്തിയിട്ട് നിങ്ങൾ ക്ലാരിറ്റി കൂട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ അത്യാവശ്യം ക്ലാരിറ്റിയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഫോണിന്റെ വല്ല പ്രശ്നമാണോ എന്ന് അറിയില്ല. അപ്പൊ ഇനി ബിക്വസ് നോക്കാം. റൈറ്റ് ഡൗൺ ടു അഡ്വൈസ് എഫക്ട്സ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷന്റെ 2 എഫക്ട്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മൾ കുറെ പഠിച്ചതാണ്. എന്താണ്? when sound produced we affects our life physical health. പിന്നെ അതുപോലെ തന്നെ ഡെഫ്നെസ് ഉണ്ട്. ഓക്കെ, ഇനി സീക്വൻസിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് കെമിസ്ട്രിയിലോട്ടാണ് പോകുന്നത്. ഫിസിക്സ് നമ്മൾ ചർച്ച ചെയ്തു, കെമിസ്ട്രിയിലോട്ട് പോവാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സർഫസ് ടെൻഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഹോസ്മാൻ വോൾട്ടാമീറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വാട്ട് ഈസ് പോളിമേഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പോളിമേഴ്സ് ആർ ദ ലാർജ് മോളിക്യൂൾസ് മെയ്ഡ് ഓഫ് മോണോമേഴ്സ് എന്നും നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള പോയിന്റ് എഴുതുന്നതായിരിക്കും നല്ലത്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കോമ്പണന്റ്സ് ഫ്രം എ മിക്സർ ഓഫ് പെട്രോൾ ആൻഡ് കെറോസിൻ? എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. അതുപോലെ തന്നെ നോക്കാം, സം എലമെന്റ്സ് മോളിക്യൂൾസ് ആർ ഗിവൺ ബിലോ. നമുക്ക് മോളിക്യൂൾസിന്റെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് തന്നിട്ടുണ്ട് മോളിക്യൂൾസിന്റെ എലമെന്റ്സ്. അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ മോണോഅറ്റോമിക് മോളിക്യൂൾസ്. മോണോഅറ്റോമിക് മോളിക്യൂൾസ് എന്താണ്? അവര് എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അവര് ആർഗണും ഹെലിയനും കൊടുത്തിട്ടുണ്ട് നമ്മൾ. വാട്ട് ഇസ് മെന്റ് ബൈ ദ പോളിയറ്റോമിക് മോളിക്യൂൾസ്? പോളിയറ്റോമിക് മോളിക്യൂൾസ് എന്താണ്? അതെ, പോളിയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് atoms that made up of than 2 atoms of the same or different എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉത്തരങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്പീഡായിട്ട് വായിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാ എൻഡോർജിക് അതൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം എന്ന് ശ്രദ്ധിക്കുക. സെർട്ടൻ മെറ്റൽസ് ആർ ഗിവൺ ബിലോ. അയൺ, കാൽസ്യം, സോഡിയം, കോപ്പർ. Which among this is a soft metal? ഇതിലേതാണ് സോഫ്റ്റ് മെറ്റൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് സോഫ്റ്റ് മെറ്റൽ കട്ട് ചെയ്യാൻ സാധിക്കുന്ന മെറ്റൽ ഇവ ഏതാണ്? സോഡിയം. പിന്നെ നോക്കാം, which among this does not react with dilute hydrochloric acid? കോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ ടെട്രാസിൻ ആണ്. അതുപോലെ തന്നെ കോസസ് ഹെയർ, അതുപോലെ തന്നെ ഹെൽത്ത് എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് 100 ഡിഗ്രി. വെള്ളം തിളയ്ക്കാനായിട്ട് 100 ഡിഗ്രിയാണ് ആവശ്യം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കർ. എന്തുകൊണ്ടായിരിക്കും പ്രഷർ കുക്കറിൽ? അതിന്റെ ഉത്തരം ഞാനിവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ പറയുകയാണ് എന്തുകൊണ്ടായിരിക്കും. പ്രഷർ കുക്കറിൽ എന്താണ്? അതിനുള്ളിലെ പ്രഷർ കാരണം അതിനുള്ളിൽ ഒരു എക്സാക്ട് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. പ്രഷർ കൂടുന്തോറും അവിടുത്തെ അതിന്റെ ഉള്ളിലുള്ള ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടും അല്ലെ? സ്റ്റീമിനായിരിക്കും നല്ലതുപോലെ തന്നെ എന്തുണ്ടാവുക? കൂടുതലും വാട്ടറിനേക്കാളും കൂടുതലായിട്ട് സ്റ്റീമിനായിരിക്കും എന്തിട്ടാണ് ഡിഗ്രി ഉണ്ടാവുക അല്ലെ? കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയായിരിക്കും നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എഴുതിയാൽ മതി. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ എക്സാക്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് തെർമോസെറ്റിംഗ്, MFR, ബാക്ക്ലൈറ്റ് എന്ന് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ പോളിത്തീനും PVC ആണ്. പിന്നെ റൈറ്റ് ടു യൂസ് ഓഫ് PVC പൈപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ റെയിൻകോട്ടിന്റെ ഇങ്ങനെ കോട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. റെയിൻകോട്ട് അല്ല, നമ്മളിങ്ങനെ ഡ്രെയിനേജ് ഒക്കെ കാണാറില്ലേ, അതിന് ഒരു കോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 11ാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം, ഫൈബേഴ്സ് ആർ പോളിമേഴ്സ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്ട്രോങ് യോൺസ്. നാച്ചുറൽ ഫൈബേഴ്സ് ആർ മെയിൻ മെയ്ഡ് ഫിഗേഴ്സ് അല്ലെ? ഫൈബേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സിൽക്കും കോട്ടൺ ആണ്. ഏതൊക്കെയാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ടിക്ക് ഇട്ടാൽ മതി. ഇനി സീക്വൻസിന്റെ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ കോസ്റ്റ് ഡ്യൂറബിൾ ആണ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സിന്റെ യൂസസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ല, അതിനുള്ള എന്താണ് മെറിറ്റ് നല്ല കാര്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് ഡ്യൂ ടു ദ presence of certain dissolved salts. What is hard water? അല്ലെ? ഹാർഡ് വാട്ടർ എന്താണ്? അത് നമുക്ക് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു ലൈൻ എടുത്ത് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാം ബി ക്വസ്റ്റിന്റെ ആൻസർ. നമ്മളിവിടെ കാൽസ്യം കാർബണേറ്റ് ആണ്. ഇത് വളരെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ സീക്വൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? സജസ്റ്റ് എ മെത്തേഡ് ടു റിമൂവ് ദ ടെമ്പററി ഹാർഡ്നെസ്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഹാർഡ്നെസ് കുറയും. ചോദ്യം ഇതാണ്, ഹാർഡ്നെസ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കാന്നാണ്. അപ്പൊ ഹീറ്റ് കൊടുത്താൽ മതി, ഹാർഡ്നെസ് താനെ കുറഞ്ഞോളൂ. ഓക്കെ,
ഇനി അടുത്ത് നോക്കാം. ഈക്വൽ മാസ് ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ആർ ടേക്കൻ ഇൻ എ സെപ്പറേറ്റ് ബീക്കേഴ്സ് ആൻഡ് ഹീറ്റഡ് ഓൺ എ വാട്ടർ ബാത്ത്. അപ്പോ എ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? എ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ബീക്കേഴ്സ് ഡസ് നോട്ട് ദ ടെമ്പറേച്ചർ റൈസ് സ്ലോലി ഇൻ എ ഡിഫിനൈറ്റ് പീരീഡ് ഓഫ് ടൈം റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ റെസ്പോൺസിബിൾ ഓഫ് ദിസ്. അപ്പൊ എന്താണ് ഇതിൽ നമുക്ക് ഈ രണ്ട് ബീക്കേഴ്സിൽ ഏതാണ് കൂടുതലായിട്ട് നല്ലോണം തിളക്കുക, നല്ലോണം ആവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. വാട്ടർ സ്പെസിഫിക് ഹീറ്റ് അല്ലെ, വാട്ടറിന് എന്താണ് ഓയിലിനേക്കാളും കുറച്ച് ഹീറ്റ് മതി തിളയ്ക്കാനായിട്ട്, ഓയിലിന് കുറച്ച് കൂടുതൽ ഹീറ്റ് കൊടുക്കണം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി വൺ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ദിസ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്. എന്താണ്? കൂളന്റ് ഇൻ റേഡിയേറ്റർ. ഓക്കെ, റേഡിയേറ്ററിൽ കൂളന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ. ഇനി നമുക്ക് ബയോളജിയിലോട്ടാണ് കടക്കുന്നത്. ബയോളജിയിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഞാനിവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഞാൻ 5ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചോദ്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യം തന്നെയാണ്, അതേ പാഠഭാഗത്ത് അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിസിക്കൾച്ചർ, റോഹു, മത്സ്യം. അപ്പൊ നമുക്കത് മീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. പിസിക്കൾച്ചർ മത്സ്യങ്ങള് അല്ലെ, അതൊക്കെ നമുക്ക് റോഹു എന്ന് പറയുന്നത് ഫിഷിന്റെ വെറൈറ്റി ആണ്. അതുപോലെ തന്നെ ആൻഗോർ എന്താണ്, അവര് ഫറിനായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ജൈന്റും ഗ്രേ ജൈന്റും എഴുതാൻ പറ്റുമെന്ന്. പക്ഷെ ആൻഗോർ ആണ് അവിടെ കൂടുതലും ക്യൂട്ട് ആയിട്ടുള്ളത്. ബിക്കോസ് ഓഫ് അത് ഫറിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 6ാമത്തെ ചോദ്യമാണ്. ഡിഫറെന്റ് ആനിമൽസ് ടിഷ്യൂസ് ആർ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ലിസ്റ്റഡ് ഇൻ ദ കോളം എ ആൻഡ് ബി. അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് യോജിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് യോജിപ്പിക്കുക. ഇത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പേനോട് എഴുതിയതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി 7ാമത്തെ ചോദ്യമാണ്. ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഇസ് ഗിവൺ വില അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. ഇതില് എംബ്രിയോന്റെ വളർച്ചയെ നമ്മൾ തന്നിട്ടുണ്ട്. അതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 8ാമത്തെ ചോദ്യമാണ്. സം ഓർഗാനിസം ഇൻക്ലൂഡ് ഇൻ എ ഫുഡ് ചെയിൻ ആർ ഗിവൻ ബിലോ. അപ്പൊ ഇതില് ഫുഡ് ചെയിനിൽ കുറച്ച് ഓർഗാനിസംസ് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേക്ക് ഫുഡ് ചെയിൻ യൂസിംഗ് ദ ഗിവൻ ഓർഗാനിസംസ്. ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് ചെയിൻ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വോൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വോൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡീക്കി ആയിട്ടുള്ള ആനിമൽസ്, ഇപ്പൊ പുലി ചത്തെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഡെഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ വോൾച്ചർ ആയിരിക്കും കഴിക്കുക. കഴുകന്റെ പോലത്തെ ഒരു തരം ആനിമലിനെയാണ് വോൾച്ചർ എന്ന് പറയുക. കഴുകൻ തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ ബി ക്വസ്റ്റ്യൻ അബയോട്ടിക് ഫാറ്റേഴ്സ് ഫോർ ദ ആക്സിഡന്റ് ഓഫ് ബയോട്ടിക് ഫാറ്റേഴ്സ് ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ അബയോട്ടിക് ഫാറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ അതിന് സോയിൽ ഹാബിറ്റേറ്റ് ആണ്, എയർ റെസ്പിറേഷൻ ആണ്. അത് നമ്മൾ വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യമാണ്. ഇത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു പിക്ചർ ആണ്. അപ്പൊ ഇത് നമ്മൾ നോക്കിയിട്ട് ഇതിന്റെ പാർട്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എക്സ് എന്ന് പറയുന്നത്? എന്താണ്? എൻഡോമെട്രിയം ആണ്. വൈ എന്ന് പറയുന്നത് ഓവറിയാണ്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പീഡായിട്ട് പറയുന്നത്. ഓൾറെഡി ആൻസർ ഞാനവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ലോഗോ ഈസ് എൻ ഇന്റർനാഷണൽ ലോഗോ ഓഫ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇസ് ഗിവൺ ബിലോ. അപ്പൊ നമുക്കൊരു ലോഗോ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു പാണ്ടയുടെ ലോഗോ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ഒരു പാണ്ടയുടെ ലോഗോ തന്നെയാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഓർഗനൈസേഷൻ. ഇതിന്റെ ഓർഗനൈസേഷന്റെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നതാണ് അല്ലെ. ഇനി ബിഗ് പോസ്റ്റിന്റെ ആൻസർ ഞാൻ വായിച്ചു പോവാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാൻ ശ്രദ്ധിക്കാം. ടു പ്രൊട്ടക്ട് എൻവയോൺമെന്റ് ആണ് സി ക്വസ്റ്റിന്റെ ആൻസർ. നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാനാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസി ആയിട്ട്. ഇതും നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തിക്കാൻ നമ്മൾ ഇടുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും അതുപോലെ തന്നെ പ്രഡിക്ഷൻ വീഡിയോ ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പക്ഷെ ഒരു നിൽക്കൂ, എന്താണ്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു അല്ലെ. സർപ്രൈസ് ഇതാണ് ഗൈസ്. നമ്മളോട് ഞാൻ ആദ്യം ഇത്
ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ എന്നോട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് ഫുൾ വീഡിയോ ആക്കി ഇടോ, ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നാണ് കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. കുട്ടി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഇട്ടിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു താങ്ക് യു കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ ബൈ. അപ്പോൾ ഇനിയും നിങ്ങൾ കമന്റ് ഇടാൻ മറക്കല്ലേ.